നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം മലയാള പത്രങ്ങൾ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പ്രഭാതങ്ങളിലല്ല, പ്രദോഷങ്ങളിലായാലും എപ്പോഴായാലും ലൈവ് ചാനലുകൾ വഴിയും നമുക്കറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എ പ്ലാൻ, ബി പ്ലാൻ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം നടത്തിയത് ഇന്ത്യയിലെ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. കാരണം ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ എല്ലാ പരസ്പര ആശയവിരുദ്ധരായിട്ടുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണി, അതായത് മോരും മുതിരയും ഒക്കെ ചേർക്കുന്നത് പോലെ ഒരു മുന്നണി, അത്തരം ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ മോദി തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ പങ്കെടുത്തു. പക്ഷേ അവരുടെ ഉദ്ദേശ്യം, അവരുടെ ലക്ഷ്യം ഫലവത്തായില്ല. മോദി അതിനെ അതിജീവിച്ചുകൊണ്ട് വിജയിച്ചു. ആ വിജയമാണ് നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയിൽ. അങ്ങനെ അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തെ പുറത്തു ചാടിക്കണമുള്ള തീവ്രമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിശാലകൾ സജീവമായി. അതിൽ ഉരുത്തിരിഞ്ഞതാണ് രാജ്യത്തെങ്ങും കലാപങ്ങൾ ഉണ്ടാക്കുക, അതിനു പറ്റിയ വർഗീയമായ വിഷയങ്ങൾ കണ്ടെത്തുക. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. പിന്നെ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് CAA, സിറ്റിസൺസ് അമെൻഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുടെ പ്രചണ്ഡമായ വാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഏകപക്ഷീയമായിട്ട് മോദി വിദ്വേഷം അങ്കുരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായതിൻ്റെ പേരിൽ. അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ചിന്താശൂന്യരായ മനുഷ്യർ ഉണ്ടാക്കിയ കലാപങ്ങൾ, പലരും മരിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ചു കെട്ടാൻ കഴിയുന്ന കരുത്തല്ല മോദിയുടെ സർക്കാരിൻ്റെ കുതിരയ്ക്കുള്ളത് എന്നവർക്ക് ബോധ്യമായി. അപ്പോൾ ഈ ഡോസൊന്നും ഫലിക്കുകയില്ല മോദിയുടെയും അതുപോലെ NDAയുടെയും മുമ്പിൽ എന്നുള്ളതിനെ തുടർന്നായിരുന്നു അതിൻ്റെ ഒരു ബി പ്ലാൻ. അവരുടെ എ പ്ലാൻ പൊളിഞ്ഞു, തെരഞ്ഞെടുപ്പായിരുന്നത്. ബി പ്ലാൻ എന്ന് പറയുന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ചരിത്രത്തിലെ ഒരൊറ്റ പ്രതിപക്ഷ നേതാവും ചെയ്തിട്ടില്ലാത്ത മട്ടിൽ വിദേശ മോഡലുകളുടെയൊക്കെ പടങ്ങൾ കൊണ്ട് വെച്ചും ഇത് മുഴുവൻ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പത്രസമ്മേളനങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചത്. ഇതിൽ ആദ്യത്തെ പത്രസമ്മേളനത്തിന് വ്യക്തവും ശക്തവുമായിട്ടുള്ള സ്വരത്തിൽ ഉത്തരങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അവിടെയൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം ഒന്നൊഴിയാതെ മറുപടികളായി പറഞ്ഞു. സാക്ഷാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ഉള്ള മറുപടി അവിടെ വെച്ച് തന്നെ പറഞ്ഞു. ഇനിയും പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് തന്നാൽ സകല ബഹുമാനത്തോടും കൂടി, പ്രതിപക്ഷ നേതാവെന്നുള്ള സകല ബഹുമാനത്തോടും കൂടി അതിൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ഒരൊറ്റ ഓട്ടമാണ്, വിദേശത്തേക്കുള്ള ഒരൊറ്റ ഓട്ടമാണ് നടത്തിയത്. പതിവ് പോലെ തന്നെ അവിടെയുള്ള ആ ചോദ്യം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അലങ്കോലത്തെക്കുറിച്ചുള്ള വെളിച്ചമെത്തിക്കുക എന്നുള്ളത്. അതിനൊരൊറ്റ ഒപ്പിൻ്റെ തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരൊപ്പം അദ്ദേഹം ചാർത്താൻ മടിച്ചുകൊണ്ട് ഈ രാജ്യത്തോടുള്ള വീണ്ടും തൻ്റെ നിരുത്തരവാദിത്വം കാണിച്ചുകൊണ്ട് വിദേശയാത്രകളിൽ അങ്ങ് മുഴുകി. ഞാനിത് കണക്കുകൾ തന്നു, നിങ്ങൾ അന്വേഷിച്ചു. രാഹുൽ ഗാന്ധിയുടെ വീട്ടുവേലക്കാരനൊന്നും അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അദ്ദേഹം ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്യാൻ അതിന് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ ഭരണഘടന അനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം അറിയുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബം എന്ന് പറയുന്നതാണ് തൻ്റെ കുടുംബം. ഇന്ത്യ എന്ന് പറയുന്നത് ആണ് നെഹ്റു കുടുംബത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അവിടെ മറ്റാർക്കും, പ്രധാനമന്ത്രിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജുഡീഷ്യറിക്കോ എന്താ അധികാരം? തങ്ങൾ പറയുന്നത് നടപ്പാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മൈ ഫാമിലി ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് മൈ ഫാമിലി എന്ന് പറയുമ്പോൾ അത് നെഹ്റു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഫാമിലിയാണെന്നുള്ളത് മനസ്സിലാക്കണം.
അതാണ് അദ്ദേഹത്തിൻ്റെ കടും പിടുത്തങ്ങളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം. അതിന് കോട്ടറിയായിട്ടും ഉപജാപകരായിട്ടും വാഴ്ത്തിപ്പാട്ടുകാരുമായിട്ടും കുറേ ഇതായിട്ട് ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗീർവാണങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മഹാത്മാഗാന്ധിയുമായിട്ട് പുലബന്ധം പോലുമില്ല. ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി അതിൻ്റെ സ്ട്രക്ചർ മാറ്റി അതിനൊരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തിയിട്ട് സ്വാഭാവികമായിട്ടും അത് മഹാത്മാഗാന്ധി പദ്ധതി എന്നെങ്ങനെ പറയും? ഒരു ഇപ്പോൾ നോക്കൂ, നീതി ആയോഗ് എന്നല്ലേ നമ്മളിപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയാറില്ലല്ലോ. അതുപോലൊരു പേര് മാറ്റം വന്നപ്പോഴത്തേക്ക് വികാരങ്ങൾ മഹാത്മാഗാന്ധിക്ക് അനുകൂലമായിട്ടും നരേന്ദ്രമോദിക്ക് എതിരായിട്ടും വികാരങ്ങൾ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മാതൃഭൂമിയൊക്കെ മുഖപ്രസംഗങ്ങൾ ഇങ്ങനെ നീളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുക. എന്തൊരു വ്യർത്ഥ വ്യായാമം! മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇല്ലാതാക്കാൻ നോക്കിയാണ് എഴുതി വെച്ചിട്ട്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുന്നതാണോ ഓർമ്മ? നമ്മളുടെ മനസ്സുകളിൽ ഈ മഹാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവുകളിലല്ലേ കുടിയേറിയിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഈ എഡിറ്റോറിയലായിട്ട് എഴുതി വിടുന്നത്. അത് വിട്ടിക്കട്ടെ, നമ്മുടെ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നാൽ, ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ കേട്ട മുദ്രാവാക്യങ്ങളാണ് ഈ രാജ്യത്തെ ഞെട്ടിപ്പിക്കേണ്ടത്. അതിനെക്കുറിച്ച് മാതൃഭൂമി ഒരിക്കലും എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല, എഴുതുകയുമില്ല. പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ശവക്കുഴി നമുക്ക് ശരിയാക്കി വയ്ക്കണം. അമ്മാനിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് തീവ്രവാദികൾ ചുറ്റും നരേന്ദ്രമോദിയുടെ രക്തത്തിനായിട്ട് ദാഹിച്ചുകൊണ്ട് നിൽക്കെ, വടിവാളും ഇഷ്ടികകളും ചങ്ങലുകളുമായിട്ട് നിൽക്കെ ആണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ AICC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. അതായത് പണ്ട് പാലാ ബിഷപ്പ് ഹൗസിന് മുമ്പിലൂടെ പോയ ഒരു പ്രകടനമുണ്ടല്ലോ, പ്രകടനം PFൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനം. അതിൽ അച്ഛൻ്റെ തോളത്തിലിരുന്നുകൊണ്ടൊരു കുട്ടി പാടിയ പാട്ടുണ്ടല്ലോ, മുദ്രാവാക്യം. അവലും കുന്തിരിക്കവും ഒക്കെ കരുതി വെച്ചോളൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. നിങ്ങളുടെ കാലന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ തീർക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. അതിനു സമാനമായ മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് അവിടെ ഉയർന്നത്. അതെല്ലാം കേട്ട് കോൺഗ്രസിൻ്റെ ഈ രണ്ട് നേതാക്കളും എല്ലാ നേതാക്കളും തന്നെ, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും രോമാഞ്ചം കൊണ്ടു, ഹർഷാരവം പൂണ്ടു. റോബർട്ട് വാദ്രയും അദ്ദേഹത്തിൻ്റെ മകനായുള്ള റയാനും അടുത്ത പ്രധാനമന്ത്രിയാവാൻ കൊതിച്ചിരിക്കുന്ന ആൾ. നമ്മളീ പറയുന്നത് പോലെ കിരീടാവകാശി, ആ കുടുംബത്തിലെ കിരീടാവകാശികളെല്ലാം ജയിലിൽ നിന്ന് ബെയിലിൽ പുറത്തു വന്നിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കിരീടാവകാശികളാണ്. അതിനുവേണ്ടി കൊതിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടി കൈയടിച്ചത് പാസ്സാക്കി. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശവക്കുഴി തോണ്ടി വെച്ചിരിക്കുന്നു, പ്രധാനമന്ത്രിയെ എലിമിനേറ്റ് ചെയ്യുക, ഇതാണ് മുദ്രാവാക്യം. എന്ന് മാത്രമല്ല, വളരെ സുപ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകരുത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അവിടുത്തെ ഒരു തീവ്രവാദിയായിട്ടുള്ള യലാൻ ഒമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ യലാൻ ഒമറിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് യലാൻ ഒമർ. പണ്ട് കാശ്മീരിൽ പോയി ഇദ്ദേഹം തീവ്രവാദികളെ കണ്ടു, സംസാരിച്ചു. ഇത് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കുന്ന ഗൂഢാലോചനയാണോ നടന്നതെന്നറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തത് സുവ്യക്തമായിട്ടും പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ഒരു തീവ്രവാദിയുമായിട്ട്, ഒരു നരേന്ദ്രമോദി വിരുദ്ധനുമായിട്ട്, ഒരു ഹിന്ദു വിരുദ്ധനുമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ചർച്ച ചെയ്യാനുള്ളത് എന്താണ്? ഈ നരേന്ദ്രവധം അല്ലെങ്കിൽ മറ്റെന്താണ്? അല്ലെങ്കിൽ നരമേധം ഇന്ത്യയിൽ നടത്താനുള്ളത് അല്ലെങ്കിൽ മറ്റെന്താണ്? അങ്ങനെ ഇത് അരാജകത്വമല്ല രാഹുൽ ഗാന്ധിയുടെ. അങ്ങനെ നമുക്ക് വില കുറച്ച് കാണിക്കാൻ പറ്റില്ല. ഇത് ഇന്ത്യയെ തകർക്കലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, വെറും ഒരു സംഭാഷണമാണെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇവിടെയാണ് ചുരുൾ നിവരുന്നത്. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.